ഹാഗാർ എന്ന് പറയുന്ന ദൈവ പൈതൽ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. ഈ ഹാഗാർ ഒരു മിസ്രൈമ്യ ദാസിയായിരുന്നു. അബ്രഹാമിന്റെ ഭവനത്തിൽ ഈ ഹാഗാർ വന്നു ചേർന്നു. ദൈവം അവളെ ഉയർത്തി. അവൾ ഗർഭിണിയായി. പക്ഷെ സാറായിക്ക് അവളോട് ദേഷ്യം വന്നു. ഇവള് ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ, ഇവൾക്ക് ദൈവം തലമുറയെ കൊടുത്തു, ഇനി അബ്രഹാം ഇവളെ സ്നേഹിക്കുമെന്ന് കണ്ടപ്പോൾ, സത്യം പറഞ്ഞാൽ ഈ ഹാഗാറിനെ കല്യാണം കഴിക്കാൻ അല്ലെ പരിഗ്രഹിക്കാൻ പറഞ്ഞത് സാറയാ. ഇപ്പോൾ സാറ മാറുകയാ. ഞങ്ങൾ വായിച്ച ഉൽപ്പത്തി 16-ന്റെ 6. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ഇവിടെ വായിക്കുന്നു, സാറ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് സഹിക്കാൻ വയ്യ, അവൾ ഓടിപ്പോകുകയാ. അവിടെ ഒരു അർത്ഥമുണ്ട്. അവളുടെ ഉള്ളിൽ ചിന്ത കാണും, എനിക്കിനി ജീവിക്കണ്ട. അവളെ ഓടിപ്പോയത് എവിടാ? ബേർശേബ മരുഭൂമിയില്ല. മരുഭൂമിയിൽ വെള്ളമില്ല, തണലില്ല, ആരും ആശ്രയിപ്പാനില്ല. അപ്പൊ അവളുടെ ഉള്ളിലെ ചിന്ത ഇത് മാത്രമാ, അങ്ങ് പോയി മരിക്കാം. കാരണം സാറായുടെ ഈ കാഠിന്യം എനിക്ക് സഹിക്കാൻ വയ്യ. ദൈവ പൈതലേ, നീയും അങ്ങനെയല്ലയോ പറയുന്നത്? ഈ കഷ്ടത എനിക്ക് തരണം ചെയ്യാൻ കഴിയത്തില്ല. ഈ കാഠിന്യം മറ്റുള്ളവരുടെ അല്ലെ നിന്റെ കുടുംബത്തിൽ നിന്നോ നിന്റെ സമൂഹത്തിൽ നിന്നോ അല്ലെ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നോ ആ കാഠിന്യം എനിക്ക് സഹിക്കാൻ വയ്യ. നീ ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാ. ഈ ഹാഗാറും ഓടി ഒളിക്കുകയാ. പക്ഷേ ദൈവം അവളെ കണ്ടു. അതിന്റെ 9-ഉം 10-ഉം വായിക്കാം. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതവണ്ണം പെരുപ്പമുള്ളതായിരിക്കും. അടുത്തതോടെ, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. കണ്ടോ, ദൈവത്തിന് ഇവളെ തിരിച്ച് ഈ സാറായിയുടെ വീട്ടിൽ വിടാതെ അനുഗ്രഹിച്ചുകൂടായിരുന്നു. പക്ഷെ ദൈവം എന്തോ പറഞ്ഞു, നീ മടങ്ങിപ്പോയി സാറായിക്ക് കീഴടങ്ങിയിരിക്കാനാ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ചില കുടുംബങ്ങളിലെ അമ്മായിയമ്മ പോരുണ്ട്. അതായത് അവരുടെ കാലഘട്ടം പഴയ കാലമാണ്. അവര് നോക്കുമ്പോൾ മിക്സിയിൽ അരക്കേണ്ടത് അരകല്ല് അരയ്ക്കണം. അവര് പണ്ട് കാലങ്ങളിൽ കിണറ്റിന്ന് വെള്ളം കോരി. നമ്മൾ എന്ത് ചെയ്യണം? മോട്ടർ അടിക്കരുത്, കിണറ്റിന്ന് വെള്ളം കോരണം. പണ്ട് കാലങ്ങളിൽ അരി ഉരളിലിട്ട് ഇടിച്ചു പൊടിച്ചതാ. കയറി വന്ന കുഞ്ഞും എന്ത് ചെയ്യണം? പക്ഷെ അവൾ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ ഈ തലമുറയ്ക്ക് അത് മനസ്സിലാവും. ആ കാഠിന്യം തുടങ്ങുമ്പോൾ അവൾ ഓർക്കും ഇവിടം വിട്ടങ്ങ് ഓടിപ്പോകാമെന്ന്. പക്ഷേ ദൈവ പൈതലേ, അങ്ങനെ ഓടിപ്പോകാനല്ല. സാറ ഈ ഹാഗാറിനോട് ദൈവം പറയുകയാ, നീ എവിടെ നിന്നാ വന്നേ? നീ അവിടേക്ക് മടങ്ങി. നീ സാറായിയുടെ അടുക്കൽ ചെന്ന് യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്ക. ദൈവ പൈതലേ, നീ കഷ്ടം അനുഭവിക്കുന്ന ഇടത്തു തന്നെ കുറച്ചു നാളും കൂടെ നിൽക്ക്. നിനക്കൊരു മാറ്റമുണ്ട്, നിനക്കൊരു ഉദാഹരണമുണ്ട്. പക്ഷേ ഇപ്പൊ സമയമായില്ല. ഇപ്പൊ നീ ഓടിപ്പോകരുത്. എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിത് തരണം ചെയ്യാൻ വയ്യ, മതി കർത്താവേ എന്ന് പറഞ്ഞ് നീ ഓടിപ്പോകല്ല്. ദൈവം ഇന്ന് രാത്രി പറയുക, ദൈവ പൈതലെ, നീ അവിടെ അല്പസമയം കൂടെ സഹിക്കും. ആ കാഠിന്യം നീ അല്പസമയം കൂടെ സഹിക്കും. അതിനുശേഷം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം അവളോട് പറയുക, നീ ഗർഭിണിയാ. ദൈവ പൈതലെ, നീ വാഗ്ദത്തമുള്ളവളാ. നിന്നോട് പ്രവാചകന്മാർ പറഞ്ഞില്ലയോ നിന്നെ ഉയർത്താമെന്ന്? നിന്നോട് ദൈവദാസന്മാർ പറഞ്ഞില്ലയോ നിന്നെ മാനിക്കുമെന്ന്, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന്, നിന്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കുമെന്ന്? പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നേ? ദൈവം ഇവളോട് പറയുക, കുഞ്ഞെ, നീ ഗർഭിണിയാ, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇസ്മായേൽ എന്ന് പേരിടും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, മടങ്ങിപ്പോ. ദൈവ പൈതൽ, ഈ ഹാഗാർ ഈ ദൈവത്തിന്റെ വാക്കു കേട്ട് പിന്നെ കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി ആ സാറായിയുടെ വീട്ടിലേക്ക് അങ്ങ് മടങ്ങിപ്പോയി. നാം അതാ വായിക്കുന്നത്. അവിടെ ചെന്നു, അവൾ പ്രസവിച്ചു, മകൻ ജനിച്ചു, ഇസ്മായേൽ എന്ന് പേര് വിട്ടു. പക്ഷെ പ്രതികൂലം വർദ്ധിച്ചു. പ്രതികൂലം വർദ്ധിച്ച് ഇനി ഉൽപ്പത്തി പുസ്തകം 21-14 വായിച്ച്. ഉൽപ്പത്തി 21-14. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. നിങ്ങൾ ചിന്തിച്ച, ഇവള് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല ഈ അബ്രഹാം അവളെ ഇറക്കി വിടുമെന്ന്. ചിന്തിക്കുമോ? ഇല്ലയോ? അവൾ ഒരിക്കലും അവളെ സ്നേഹിച്ച അവളൊരു മിസ്രൈമ്യ ദാസിയ.
അവിടെ നിന്ന് അവളെ ഇവിടെ കൊണ്ടുവന്ന് ഭാര്യയാക്കി തലമുറയുമായി കഴിഞ്ഞപ്പോ പറയുക പൊക്കോളാൻ. സഹിക്കാൻ പറ്റുമോ? ഒരു സഹോദരിക്കും അത് സഹിക്കാൻ പറ്റില്ല. അവളുടെ കയ്യിൽ കുറച്ച് അപ്പവും വെള്ളവും കൊടുത്ത് കുഞ്ഞിനെയും കൊടുത്തിട്ട് അങ്ങ് ഇറക്കി വിട്ടു. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു സമയം വരെ സാറായിയുടെ കാഠിന്യമുള്ളൂ, അത് കഴിയുമ്പോൾ ദൈവപ്രവൃത്തിയുണ്ട്. പക്ഷെ ഇവിടെ ഹാഗാർ അവളോട് പറഞ്ഞ വാഗ്ദത്വമൊക്കെ അവൾ അങ്ങ് മറന്നു. അവൾക്ക് പക്ഷെ വിഷമമായി. ഇവൾ ഈ കുട്ടിയും കൊണ്ട് മരുഭൂമിയിൽ ഉഴന്നു നടന്നു. കുഞ്ഞിന് അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വെള്ളവും തീർന്നു, ഭക്ഷണവും തീർന്നു. ദൈവവൈതലേ, മാതാപിതാക്കൾ നമ്മളെ കരുതുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കൈത്താങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം അതൊക്കെ തീർന്നു പോകും. ഒരുപക്ഷെ നിന്റെ കടബാധ്യതയിൽ നിന്നെ സഹായിപ്പാൻ 10 ലക്ഷം തരാം, പക്ഷെ നിനക്ക് 15 ലക്ഷമായിരിക്കും ആവശ്യം. അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവവേദന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാ, ലോകത്തിന്റെ കരുതലെല്ലാം തീർന്നു പോകും. അതവളെ പഠിപ്പിക്കുകയാ ദൈവം ചെയ്തത്. ഹാഗാർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കുട്ടിയെ ഒരു കുറുകാട്ടിന്റെ തണലിൽ ഇട്ടിട്ട് ഒരമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് കരയുകയാ, കർത്താവേ, ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണേണ്ട. ദൈവ പൈതലെ, കഷ്ടകാലം വരുമ്പോൾ നീയും ചെയ്യേണ്ടത് ഇങ്ങനെയാ. നിന്റെ വിഷയത്തെ അവിടെ വെച്ചിട്ട് ദൈവസ്ഥനത്തിൽ മുട്ടയിലിരുന്ന് അങ്ങ് കരയണം. പരിസരമൊന്നും നോക്കരുത്, ഉറക്കെ അങ്ങ് കരയണം. ബൈബിള് പഠിച്ചാൽ കണ്ണുനീരിന്റെ മുമ്പിൽ നിന്ന് ദൈവം മാറിപ്പോയിട്ടില്ല. ആര് കരഞ്ഞിട്ടുണ്ടോ അവിടെ നിന്ന് ദൈവ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ, നിനക്ക് കരയാൻ കഴിയണം, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. ഈ ഹാഗാർ നിലവിളിച്ചു, എനിക്ക് എന്റെ കുട്ടിയുടെ മരണം കാണണ്ട. ഇനിയും ആ 21-19 വാക്യം വായിക്കാം. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ കുട്ടി മരിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? അവൾക്ക് വേണ്ടി ആ മരുഭൂമിയിൽ വറ്റിപ്പോകാത്ത നീരുറവ തുറന്നു കൊടുത്തു. ഇന്നും ആ വെള്ളം, ആ ഉറവ വറ്റിയിട്ടില്ല. ഇന്നും അവിടെ വെള്ളമുണ്ട്. ദൈവ പൈതലേ, നീ നിന്റെ തലമുറയെ ചൊല്ലിയാണോ കരയുന്നത്? നിന്റെ തലമുറയുടെ ഭാവി ചൊല്ലിയാണോ? അതോ നിന്റെ ഭാവിയെ ചൊല്ലിയാണോ? നീ ഭാരപ്പെടണ്ട. ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ നിനക്ക് തുറന്നു തരുവാൻ ഈ ദൈവം ശക്തനാ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോട് പറയുക, നിന്റെ തലമുറയെ ദൈവം ഒരു ജാതിയാക്കും. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഇന്നത്തെ സാഹചര്യം കണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ ആവശ്യമുള്ള സമയത്ത് സ്വർഗത്തിലെ ദൈവം അറിയപ്പെടാത്ത വഴികളെ, കരുതലുകളെ നിന്റെ തലമുറയ്ക്കായി ഒരുക്കി തരും. അല്ലെ, അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് മുൻപോട്ട് ചിന്തിച്ചാൽ ദാനിയേലിനെ നമുക്കറിയാം. ദാനിയേലിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നു. കാരണം എന്താ? ദാനിയേലിനെ ഉയർത്തുവാൻ ചിന്തിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി ഇവനിൽ ഒരു കുറ്റം കണ്ടെത്തണം. അവര് കണ്ടെത്തിയ കുറ്റം എന്താ? ദാനിയേൽ പ്രാർത്ഥിക്കും ദൈവത്തോട്. അപ്പോൾ കൂട്ടുകാര് ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ഇവന്റെ പ്രാർത്ഥനയെ മുടക്കാം. അവരൊരുമിച്ച് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, തിരുമേനിയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് കൽപ്പന വേണം. കൽപ്പന വന്നു. അവരുടെ പദ്ധതി എന്താ? നിന്നെ തകർക്കുക, ദാനിയേലിനെ തകർക്കുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കുക, നിന്റെ വിശുദ്ധിയെ, വേർപാടിനെ, ആരാധനയെ നഷ്ടപ്പെടുത്തുക. പക്ഷെ ദാനിയേലിനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അവിടെ ഒരു കൽപ്പന പുറപ്പെട്ടു, രാജാവിനോടല്ലാതെ വേറെ ആരോട് പ്രാർത്ഥിച്ചാലും അവരെ സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളയും. അവിടെ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, ഈ വിരോധ കൽപ്പനയും രേഖയും എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? പതിവ് പോലെ അവൻ അങ്ങോട്ട് ചെന്ന് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, അവിടെ പ്രാർത്ഥിച്ചത് കൽപ്പന എനിക്കെതിരാ, നീ എന്നെ വിടുവിക്കണമെന്നായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, സിംഹക്കുട്ടീന്ന് വീഴുന്നതിന് മുമ്പേ രക്ഷിച്ചോ ദൈവം? ഇല്ല. ദാനിയേല് ആ സിംഹക്കൂട്ടിൽ വീണു. ഞാനും പലപ്പോഴും ചിന്തിക്കും, കഷ്ടത്തിൽ അകപ്പെട്ടിട്ടാ ദൈവം വിടുവിക്കുന്നത്. ഈ സിംഹക്കൂട്ടിൽ വീഴാതെ ദാനിയേലിനെ രക്ഷിക്കാമായിരുന്നു. നിന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി വരാതെ നീ ഒരു നിന്ദയായി, അപമാനമായി, പരിഹാസമായി തീരുന്നതിന് മുന്നേ നിന്നെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അവിടെ ദൈവമഹത്വം വെളിപ്പെടില്ല. ഈ സിംഹക്കൂട്ടിൽ കൊണ്ടുചെന്ന്
ദാനിയേലിനെ ഇട്ടപ്പം ദാനിയേല് സിംഹക്കുട്ടി ചെല്ലുന്നതിന് മുമ്പേ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ സിബിട്ടങ്ങ് പൂട്ടി. ദാനിയേൽ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അവരുടെ മുകളിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഒരു കേടും ദാനിയേലിന് വന്നില്ല. രാജാവ് രാവിലെ വന്ന് വിളിച്ചു. അപ്പൊ രാജാവിനോട് ദാനിയേൽ പറയുക, രാജാവേ, ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തില്ല, എന്റെ ദൈവത്തോട് ഞാനൊരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് എനിക്കറിയാം എന്റെ ദൈവം എന്നെ വിടുവിക്കും. പക്ഷെ അടുത്തത് നിങ്ങൾ ചിന്തിക്കണം, ആര് കൽപ്പന പുറപ്പെടുവിച്ചുവോ അവരെ കൈയും കാലും പിടിച്ചു കെട്ടി സിംഹക്കൂട്ടിലേക്ക് ഇട്ടു. താഴെ ചെല്ലുന്നതിന് മുമ്പേ സിംഹങ്ങൾ ചാടി പിടിച്ച് അവയെ കടിച്ചു തിന്നു. അവിടെ ഒരു കൽപ്പന പുറപ്പെട്ടു, ദാനിയേലിന്റെ ദൈവമാ യഥാർത്ഥ ദൈവം. ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രിയപ്പെട്ടവർ പറയും, നീ സേവിക്കുന്ന ദൈവമാ യഥാർത്ഥ ദൈവം, നീ പിൻപറ്റുന്ന ദൈവമാ യഥാർത്ഥ ദൈവം. എന്നിട്ട് അവരും നിന്നോടൊപ്പം വരും. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ദൈവാത്മാവ് പറയുകയാ, നിന്നോടൊപ്പം ഈ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ നിന്റെ പ്രിയപ്പെട്ടവരെ ദൈവം കൊണ്ടുവരും. ആ ദൈവത്തിന്റെ പദ്ധതിയാ. അതിനാ ഇന്ന് നീ കഷ്ടത്തിലായിരിക്കുന്നത്. സിംഹക്കൂട്ടിൽ നിന്ന് നീ പുറത്തു വരികയും നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുകയും ചെയ്യും. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ, കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് ചെന്ന് പറഞ്ഞു, ഈ ശൂലം ഒന്ന് മാറണേ എന്ന്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ദൈവപൈതലേ, നീ പലപ്പോഴും പ്രാർത്ഥിച്ചു, ഈ വിഷയം ഒന്ന് മാറണമേ, ഒരു വിടുതൽ തരണമേ. പക്ഷെ വിടുതൽ കിട്ടത്തില്ല. ദൈവം എന്തോ പറഞ്ഞേ? സഹിക്കുമോളെ, സഹിപ്പാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. അപ്പോൾ പൗലോസ് എന്തോ പറഞ്ഞേ? മതി കർത്താവേ, മതി. നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ കഷ്ടം സഹിപ്പാൻ നമുക്ക് കഴിയും. ഈ രാത്രികാലം നമ്മൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാം. ദൈവം അവസരം തന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നീ നിന്റെ കഷ്ടകാലത്ത് ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, രട്ടിലും വെണ്ണീറിലും ഇരിക്കണം. നിന്നോടൊപ്പം പ്രാർത്ഥിക്കുമെന്ന് നിനക്ക് ഉറപ്പുള്ളവരോട് നീ പറയണം, കുഞ്ഞെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ദൈവദാസനോട് നീ പറയണം, നിന്റെ ദൈവദാസിയോട് നിങ്ങൾ പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും. ബൈബിൾ ആദ്യോടന്തം നമ്മൾ ചിന്തിച്ച കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ച ഓരോരുത്തരെയും ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഈ രാത്രികാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.